ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റ് കേസോ അതല്ലെങ്കിൽ ഒരു അപകട മരണമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മരണങ്ങളോ സംഭവിക്കുമ്പോൾ ബ്രോഡ് ഡെഡ് ആണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിന് റെഫർ ചെയ്യുമ്പോൾ പലപ്പോഴും പോലീസ് സർജന്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജില്ലയുടെ പല ഭാഗത്തുനിന്നും വന്ന ബോഡികളുടെ പോസ്റ്റ്മോർട്ടം വന്നതിന്റെ നമ്പർ അനുസരിച്ച് ആ കുടുംബവും അവരുമായി ബന്ധപ്പെട്ടവരും മുഴുവൻ ഈ പരിസരങ്ങളിൽ മണിക്കൂറുകൾ ഇതിനു വേണ്ടി കാത്തുനിൽക്കുകയും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് മരണത്തിന്റെ വേദന താങ്ങുന്നവർക്ക് ഒരു ഇരട്ട വേദനയായിട്ട് അത് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വെർച്വൽ ഓട്ടോപ്സിയുടെ സാധ്യതകൾ കേരളത്തിൽ പരീക്ഷിക്കുന്നതിന്റെ തുടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിക്കണം എന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. വെർച്വൽ ഓട്ടോപ്സി വരുമ്പോൾ 50-40% പോസ്റ്റ്മോർട്ടം അത് നടത്തുന്നത് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അതിന്റെ കണക്കുകൾ പറയുന്നത്. അത് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ആശ്വാസമായിട്ട് ജനങ്ങൾക്ക് മാറും. ഞങ്ങൾ എല്ലാവരും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാണ്. ഒരു എംപിക്കും ഒരു MLAക്കും 1 കോടി 50 ലക്ഷം നീക്കി വെക്കാൻ കഴിയില്ല. പക്ഷെ 10 ലക്ഷം 20 ലക്ഷം ഇങ്ങനെ മൊത്തം ജില്ലയുടെ ആവശ്യത്തിന് വേണ്ടി നീക്കി വെക്കാൻ ആർക്കും പ്രയാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാം. ബാക്കി ഗവൺമെന്റിന്റെയും ജില്ലാ പഞ്ചായത്തോ ബാക്കി ആർക്കാണോ കഴിയാവുന്നത് എല്ലാവരും കൂടെ ചേർന്ന് വലിയ ദുരന്തം നേരിടേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും. ഒരു പ്രഖ്യാപനം ഇന്ന് തന്നെ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് വിനീതമായി ഈ വേദിയിൽ വെച്ച് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെർച്വൽ ഓട്ടോപ്സിയെ പറ്റി പറഞ്ഞു. അതായത് ശരീരം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സംവിധാനമാണ്. അതിന്റെ ഒരു ചെലവ് ഏതാണ്ട് 30 കോടിയാണ്. അത് നമുക്ക് നടപ്പാക്കാം.